അമ്മച്ചി കഴിച്ചോണ്ടിരിക്കട്ടെ. ചപ്പാത്തി, ഇത് പനീർ. പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കഴിച്ചത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പനീർ. ഒരു ടേസ്റ്റും ഇല്ല. പിന്നെ ഇതുണ്ട് കേട്ടോ, എന്തായാലും ഓംലേറ്റ്. അപ്പം അമ്മയ്ക്ക് ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞപ്പോൾ 10 മണി ശേഷം ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു, ഞാനും അമ്മ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചിട്ട് കിടന്ന് ഒറ്റ വെക്കും. അതെ, കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. എനിക്ക് പക്ഷെ ഉറക്കമില്ല. എനിക്ക് കഴിച്ചിട്ട് കിടന്നാൽ ഉറക്കം വരില്ല. ആ ടെൻഷനാണ്. ഞങ്ങൾ എൻ്റെ ഒരു പാത്രത്തെ കഴിക്കുന്നത്. മരുന്നൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ചെറിയ തോതിൽ ശ്വാസം മുട്ടലിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ആവി പിടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് ആവി പിടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു 5:30 ആയപ്പോഴത്തേക്ക് എണീറ്റ് കേട്ടോ. ആൻറ്റിബയോട്ടിക്കിന് വേണ്ടി. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കേട്ടോ. എണീറ്റെന്ന് പറയാനായിട്ട് ഞാൻ ഉറങ്ങിയില്ല. രാവിലെ തന്നെ എണീപ്പിച്ച് അല്ലേ, രാവിലെ തന്നെ ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിലൊക്കെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചു. വിശ്രമിക്കുകയാണ് ഇരിക്കുന്നത്. ടെൻഷനുണ്ടോ? പേടിയൊക്കെ പോലെ മനസ്സിന് മുഖത്തിൽ പേടിക്കൊന്നും വേണ്ട. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അതെ, അമ്മച്ചിയുടെ കയ്യിലിടാനുള്ള ബാൻഡും അതുപോലെ ഡ്രസ്സും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് ഇടാൻ പറഞ്ഞേ ഡ്രസ്സ്. അങ്ങനെ ഊരിയിട്ട് ഇതിട്ടാണ് ഒരാളുടെ ഒരുങ്ങി വന്നിട്ട് കൊണ്ടുവരാം. ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ പാൻറ് വിട്ടിട്ട് കൊണ്ടുപോയിട്ട് ഒരു മിനിറ്റ് കെട്ടിയിട്ട് കാണിക്കണം. ബാൻഡ് കെട്ടിയിരിക്കുകയാണ് ഗൈസ്. കാരണം ഇച്ചിരി ലൂസ് ഇറുക്കി കെട്ടാം. വെയിറ്റ് ചെയ്തിരിക്കണം. എപ്പോഴാണെന്ന് അറിയില്ല, ടൈമൊന്നും പറഞ്ഞിട്ടില്ല. ഡ്രസ്സിട്ട് കുളിച്ച് ഡ്രസ്സ് ഇട്ടിട്ടിരുന്നോളാൻ പറഞ്ഞു. മുടി കെട്ടി വെച്ച് കമ്മിന് മേലെ ഊരി ഇതൊരു മുണ്ടും ഒരു കീറിയൊന്നും പോകത്തില്ല. അത് കീറുന്ന മെറ്റീരിയലൊന്നും പിന്നെ പറയാൻ പറ്റത്തില്ല. ട്രിപ്പ് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ കഴിച്ച് 8:30 ആകുമ്പോഴത്തേക്കാണ് അമ്മയാണ് അമ്മച്ചീനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അതുപോലെ എനിക്ക് ഭയങ്കര മനസ്സിന് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫ്രണ്ടിലൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മച്ചീനെ കണ്ടു. ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഓക്കെ ആയിട്ടിരിക്കുന്നു. അമ്മയുടെ എടുത്ത മുഴയൊക്കെ നമ്മളെ കാണിച്ചു തന്നു. അനസ്തേഷ്യ കൊടുത്തതുകൊണ്ട് മയക്കത്തിലാണ് ആൾ. ഇപ്പം ICUലേക്ക് മാറ്റിയേക്കുക. ഇനിയിപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് ICU കിടത്തു വന്നിട്ട് നാളെ ഡോക്ടർ വന്നിട്ട് വാർഡിലേക്ക് മാറ്റും എന്താണെന്നുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ശ്രീകുട്ടനും ലിജിമോളും ചേട്ടായി അമ്മയും വന്നിട്ടുണ്ട്. അവർ അവിടെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്നാൽ കട വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അമ്മച്ചിക്ക് BPയുടെ മരുന്ന് ഗുളിക മേടിച്ച് വെക്കണേ, അത് തീർന്നായിരുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരോട് ഒരുപാട് നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. കാരണം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു. നന്നായിട്ട് എനിക്ക് ടെൻഷനായിപ്പോയി. ഇനി ഇവരും വരാൻ ലേറ്റായിപ്പോയായിരുന്നു. ഒറ്റയ്ക്കുള്ള ഇതൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ലിജിമോളും കയറി കണ്ടു കഴിഞ്ഞപ്പോൾ സമാധാനമായി. ലിജിമോളും വന്നിട്ടുണ്ട്, ചേട്ടായി അമ്മയുണ്ട് കേട്ടോ. പറയില്ലേ, അമ്മയുണ്ട്, ശ്രീകുട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തിരിക്കും. ഇനി അമ്മേനെ 6 മണിയാകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അമ്മ ഒക്കെ ആയിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായിട്ടൊന്നുമില്ല. സഡേഷനിലായിരുന്നു. ഞാനെൻ്റെ ലിജിമോളും കൂടെ കൂടിയാണ് പോയത്. ഇവിടെ നോക്ക്, ഒരു വെട്ടമില്ല. സുന്ദരി കൊച്ച്. അപ്പം
എന്താണ് കാര്യം. അപ്പോൾ ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാവേ. വേദന അയ്യോ ഓക്കെ ആണോ? ഉണ്ടോ? ഓക്കെ അല്ലേ? തിരക്കട്ടെ മതി. അത് ബിസ്ക്കറ്റും ചാനലും കേട്ടോ. ഞങ്ങളുടെ മോനെ ഒരു കണ്ടു കയറി കാണുമല്ലോ. നമുക്കുള്ളൊരു ക്ലാസ്സിൽ കൂടെ കാണിക്കും. അപ്പോൾ അങ്ങനെ അമ്മേനെ ഞങ്ങൾ കണ്ടു നോക്കിയിട്ടിരിക്കുന്നു. അതെ, നാളെ സ്ട്രൈക്കാണ്. അതുകൊണ്ട് ശ്രീകുട്ടനൊന്നും പോകുന്നില്ല കേട്ടോ. മേ ബി ലിജുമോളും ചേട്ടായും കാണുക. കാരണം റൂം കിട്ടിയില്ലെങ്കിൽ അവർ രണ്ടുപേരും പോകും. ഞാൻ ശ്രീകുട്ടനും അപ്പോൾ കൊതുകിൻ്റെ കടിയും കൊണ്ട് കിടക്കേണ്ടി വരുമല്ലേടാ. അപ്പോൾ ഞാൻ ശ്രീകുട്ടനൊരു നിക്കറും ബനിയനും മേടിക്കാൻ പുറത്തുപോയി. കുളിക്കണ്ടേ. ഞങ്ങൾ ഈ ദിവസം മുഴുവനും നടന്ന് ആകെ ഞങ്ങൾ ഡള്ളായിപ്പോയി. അപ്പോൾ എന്തായാലും കുളിക്കണമെങ്കിൽ നമുക്ക് മാറാൻ ഡ്രസ്സ് വേണം. നമുക്കല്ല, എനിക്കുണ്ട്. ഞാൻ കൊണ്ടുവന്നായിരുന്നു, ഇവനില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലും ബനിയനും ഞാൻ നിൽക്കണമെന്ന് അതെ, നിൽക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. അപ്പോൾ എനിക്കൊരു അത് നാളെ സ്ട്രൈക്കാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ അച്ഛനും പറഞ്ഞാൽ മതി വഴക്കുറയടാ. ഏയ്, അപ്പോൾ എനിക്കൊരു കൂട്ട്. നമുക്ക് പോയി നിക്കർ മേടിക്കാം. അയ്യോ, അവരോട് പറഞ്ഞിട്ടല്ലോ. ശ്രീകുട്ടിന് വേണ്ടിയിട്ട് ബനിയനും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. 3/4. അപ്പോൾ ചേട്ടായും ശ്രീകുട്ടിനും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ വണ്ടി കഴുകാൻ കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ നിൽക്കും. തിരിച്ചേ ഇത് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞാച്ചി ചേട്ടാ അത്ര നിന്നിട്ട് നമ്മുടെ അമ്മേനെ സർജറി ചെയ്ത അതേ ICUവിൽ പുള്ളിയുടെ വൈഫിനും സർജറി കഴിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് റൂം കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ വന്നപ്പോൾ അവർ പറഞ്ഞു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമാവുന്നു. ഇപ്പം ഇന്ന് വന്നിട്ട് പറയുന്നു ഈവനിങ് ആവുന്നു. ഈവനിങ് ചെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു നൈറ്റ് ആകുന്നു. അതുകൊണ്ട് ഇന്ന് റൂമിൻ്റെ കാര്യത്തിലാകെ കൺഫ്യൂഷൻ അടിച്ച് ആകെ സീനായിട്ടിരിക്കുക കേട്ടോ. കാരണം നാളെ അമ്മേനെ ഇറക്കി കഴിയുമ്പോഴത്തേക്കും വാർഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. 2500 AC-ക്ക്. AC-യുടെ കിടപ്പുണ്ട്. പിന്നെ അല്ലാതെ 900 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1200 900 അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് സത്യാഗ്രഹം ഇരിക്കാൻ പോകട്ടോ. മറ്റേ റൂമിൻ്റെ കൊടുക്കുന്ന അവരുടെ ഫ്രണ്ടിൽ ഞങ്ങൾ 4 പേരും എന്തായാലും പോട്ടെ. എന്തെങ്കിലും അമ്മച്ചിക്ക് അവിടെ ആശുപത്രിയിൽ ആശുപത്രി പോട്ടെ ICUവിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് അവർ വിളിക്കും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ എന്തോ പറയണ്ടെന്ന് പറഞ്ഞ കാര്യം, ശ്രീകുട്ടൻ ഇന്ന് പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ വ്ളോഗിങ് ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേര് പറ. ഇറ്റ്സ് മീ 44 എന്നാണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. വള്ളിമണി അടിച്ചു അല്ലേ അത് വള്ളി അത് ഹായ് യൂട്യൂബർ വിജയസുജിത്തല്ലേ ഇത്? ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ സോറി, ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഒരാകാംക്ഷ. രണ്ടുപേരും എന്തോ വലിയ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതായിരിക്കും ഇത്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ ആകെ ഉദ്ദേശം എന്താണാവോ? ഇട്ടുന്നതിൻ്റെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കും. കൂളറ് നല്ല തണുപ്പുണ്ട് കേട്ടോ. മുടി വെട്ടി താടി പഠിച്ചിട്ടുണ്ട്. അതെ, ശരി കേട്ടോ. ഞാൻ കണ്ടില്ലല്ലോ അത്. തൊപ്പി വെച്ചേക്കുന്നുണ്ടാന്ന് കാണാത്ത തൊപ്പി കാണിച്ചില്ല. ഇത്രയും വളർത്തിയിട്ട് മുടി വെട്ടി ആർക്കെങ്കിലും കൊടുക്കാൻ പോകും. അതെ, അതൊരു നല്ലൊരു നേരിട്ട് കൊടുക്കണം. ഇനി ലിജിമോളും റൂം കിട്ടിയാൽ പോകില്ല കേട്ടോ. ഞാനും ലിജിമോളും ശ്രീകുട്ടനും കൂടെ ഇന്ന് പിന്നെ അടിച്ചു കുളിക്കണം കേട്ടോ. അതെ, രാത്രി
അടിച്ചു വിളിക്കാം ഞാനിവിടെ കൊതുകിനെ. വന്നത്. കൊതുകിനെ കൊതുകിനെ അടിച്ചു ഓടിക്കണം. ചേട്ടാനെ ഇവിടെ ഉണ്ടാകുന്നല്ലേ? രാത്രി വരാം. വരുമോ? ആ അവരെ എപ്പോഴും കാണുമ്പോൾ ഇവൻ പറയും തേജാവ്. പോകാൻ ഇറങ്ങാം കേട്ടോ. ബാ അപ്പോൾ ഞാനും ശ്രീകുട്ടനും കൂടെ എങ്ങോട്ട് പോകുന്നു? റൂമിൽ പോകുന്നു. റൂമിലല്ല, വാർഡിൽ പോകുന്നു. പോയിട്ട് അവർക്ക് ഡിജിമോളൊന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് ഇവിടുന്ന് കയറാം. ഇവിടുത്തെ ഇതിന് ലിജിമോൾ ഇത് നിൽക്കണം എന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ നമുക്ക് റൂം കിട്ടണമെങ്കിൽ 10 മണി കഴിയുമെന്ന് പറയുന്നത്. ലിജിമോൾക്ക് അതുവരെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാടാ ഇതിൽ കയറാം. ഇല്ല ആ ഉണ്ടല്ലോ. ആ ഓപ്പൺ അല്ലേ? അവര് പറഞ്ഞ് സർജറി കഴിഞ്ഞ് 2-3 ദിവസം കിടത്തൂന്ന് പറഞ്ഞേ. PR പറഞ്ഞേ. അതെ, അത് കുഴപ്പമില്ല, അത് സെറ്റ് ചെയ്യാം. ആ ശരി, ഓക്കെ, ബൈ. ആ ഓക്കെ, ചാച്ചാ. ശരി ബൈ. അങ്ങനെ അവര് പോയി. തേടാ നിന്റെ ബനിയ നീ അവിടെ വന്നു. ഇവിടെ ഡ്രസ്സ് ഇട്ടോണ്ട് വന്നേ. അയ്യോ, ഞാൻ രാവിലെ ഇന്നലെ തൊട്ട് വെളുത്ത ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ വെളുത്ത ഡ്രസ്സിനൊക്കെ ചെളി ആയിട്ടുണ്ട്. പൊടി, ഭയങ്കര പൊടി. അപ്പോൾ നമ്മൾ നേരെ ഇനി വാടി പോയിട്ട് അവിടുന്ന് ഒന്ന് ഫ്രഷ് ആകണം, ഒന്ന് കുളിക്കണം അർജൻറ്റായിട്ടുള്ള കാര്യമാണ്. കുളിച്ചിട്ട് നമ്മൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ റൂം റെഡി ആകുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കഴിയുമായിരിക്കും. എന്തായാലും നമുക്ക് പോകാം. ഇല്ലേറിയാലോ? അതിൻ്റെ കൂടെ സ്റ്റെപ്പും കൂടി കയറിയിട്ട് വിയർക്കണം. നമ്മൾ എന്താ പറഞ്ഞു തന്നെ, വേറൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം കേട്ടോ. ലോക്കായിരുന്നല്ലേ? എന്ത് ചെയ്യൂലേ? എന്ത് ചെയ്യും? നമ്മളില്ലാത്തിരിക്കും. ചെറുക്കൻ്റെ ഉച്ചയുടെ പൊക്കം കാലുളിക്കോ? ഇതിനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടുണ്ട് കേട്ടോ. ഓ, കൈ തൊട്ട് മേടിക്കണം കേട്ടോ. കഞ്ഞി മേടിച്ചേട്ടോ. കഞ്ഞി അച്ചാറൊന്നും എടുക്കാൻ പറ്റൂല. നമ്മൾ പയറ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കുള്ള കഞ്ഞിയും പയറൊക്കെ മേടിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൂം റെഡി ആയിട്ടുണ്ട്. റൂം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ പെട്ടെന്ന് റൂം റെഡി. അപ്പോൾ ലിജിമോൾ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അവർ പെരുമ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂം റെഡിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലിജിമോൾ വന്നാൽ എല്ലാ അടിപൊളി, അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. നമുക്ക് നോക്കാം. കടയുടെ വരും കേട്ടോ. ഒരു മനുഷ്യരില്ല. ബെല്ലടിക്കേ. നമ്മളേ അമ്മച്ചി കുറച്ച് സാധനങ്ങളുടെ ഡ്രസ്സും അതും ഇതൊക്കെ കൊണ്ടുവരാനുണ്ടായിരുന്നു. വിളിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ഉയർത്ത്. അതെ, വിളിച്ചതാണെന്നുള്ള വേർത്ത് ഒരു വിധമായി. ഡയപ്പറൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. ഡയപ്പർ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയ ആൾക്കാരാ തിരിച്ചു വയ്തു. വാ, നമ്മളെ കണ്ട് അവിടെ നിർത്താനാ. അപ്പോൾ ഞങ്ങൾ ഡയപ്പർ വാങ്ങി കേട്ടോ. ഞാൻ ഇതിന് അവിടെ കൊണ്ട് നിർത്തുന്നു. ദേ പോണടാ. നമ്മളെ കണ്ടില്ല. പിന്നെ നമ്മളെ കണ്ട് ഇത്രയും വലിയ മനുഷ്യരെ നമ്മളെ കാണാതിരിക്കും അവർ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാനായിരിക്കും. ഇത് അവിടെ പാർക്ക് ചെയ്യാനായിരിക്കും. തിരിച്ചു വരാനാ.
കുട്ടി ഉണ്ടോ ഡയപ്പർ മേടിച്ചു കൊടുക്കാൻ പറ അമ്മയ്ക്ക്. ലിജിമോളുടെ ഒരു ഡയപ്പർ ഇരുന്ന് ഞാൻ എടുത്തു കൊടുത്തു. ആ സെയിം സാധനം 250 രൂപേന് ഇവിടെ. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. 1200 റൂമാണ് കേട്ടോ. TV ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. 2 കട്ടിലുണ്ട്. പിന്നെ നമ്മുടെ പൊക്കുന്ന താത്തുന്ന കട്ടിൽ, പിന്നെ വേറെ ഒരു കട്ടിൽ. അപ്പോൾ 2 കട്ടിലുണ്ട്, TV ഉണ്ട്, പിന്നെ അലമാരിയുണ്ട്, ബാത്റൂം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ്. വീണ്ടും അടി കൊള്ളണ്ട, സമാധാനത്തോടെ നമ്മുടെ കാര്യം നോക്കാം, അത്രേ ഉള്ളൂ. ഓ വെള്ളമോ കുടിക്കാനാ തരാം. ഗ്ലാസ് കൊണ്ടുവന്നില്ലല്ലോടാ. തിരിച്ച് റൂമിലെത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലരൊക്കെ റൂം കിട്ടാൻ 10 മണിയാകുമെന്ന് കരുതിയിട്ട് ഇവിടുന്ന് എനിക്ക് ബ്രഷില്ല, പല്ലിതൊക്കെ എനിക്ക് ഗുളികയില്ല കഴിക്കാന്നൊക്കെ പറഞ്ഞ് പോയ ആള് റൂം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ പെരുമ്പുഴ കഴിഞ്ഞ ആള് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിരിക്കുക ബൈസ്റ്റാൻഡർ. ലിജിമോളെ എന്നെ നോക്കാൻ ലിജിമോളെ നോക്കാൻ ശ്രീകുട്ടൻ. ഇനി ശ്രീകുട്ടനെ നോക്കാൻ ആരെങ്കിലും വേണോ? അങ്ങനെ കേട്ടോ പറഞ്ഞേ. ഇനിയിപ്പോൾ നാളെ അമ്മേനെ ഇറക്കത്തുള്ളൂ. എന്തായാലും റൂം കിട്ടിയത് വളരെ 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 ഉപകാരം. ചേട്ടായി അതുപോലെ നിന്ന് സംസാരിച്ചു കേട്ടോ. അതുകൊണ്ട് എന്തായാലും വേഗം കിട്ടി. കാരണം റൂമില്ലാതെ നമ്മൾ വാർഡിൽ കിടക്കുന്ന, സർജറി കഴിഞ്ഞിട്ട് വാർഡിൽ കിടക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടല്ലേ. കാരണം വാർഡിൽ പല രോഗങ്ങളുള്ളവരുണ്ടാവും, പനി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ വേഗം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദൈവം സഹായിച്ച് നമുക്ക് റൂം കിട്ടി. റേറ്റഡാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും 3-4 ദിവസം കിടക്കേണ്ടി വരും. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പിന്നെന്താ, പിന്നെ വേറൊന്നുമില്ല. ഇന്ന് എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഒരുപാട് താങ്ക്സ്. കാരണം ഒരുപാട് പേര് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്രയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത്രയും നല്ല വാക്കുകൾ. കഴിഞ്ഞ വീഡിയോയിൽ പോലും എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും അത്രയധികം സന്തോഷമായി. അമ്മയുടെ കാര്യമെല്ലാം നല്ല രീതിയിൽ സർജറി കഴിഞ്ഞു. അമ്മ ഓക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നാളെ വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നമ്മുടെ ലിജിമോളുണ്ട്, ലിജിമോൾക്ക് വിശന്നിരിക്കുകയാണ്. നമുക്ക് ചേട്ടായി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വന്നതല്ലേ, അതുകൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കിടക്കണം നേരത്തെ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നേരത്തെ കിടന്നിട്ട് ബാക്കി കാര്യങ്ങൾ, അമ്മയുടെ ഡയപ്പറും അമ്മയ്ക്ക് ഇടാനുള്ളതെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, ബൈ.